ഇന്ന് കൃത്യം 7:15 നമ്മുടെ ലാംഗ്വേജിൻ്റെ ലൈവ് ഉണ്ട്. ആ ലൈവിൽ നിങ്ങൾക്ക് നാളെ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലീക്കാക്കാൻ പോകണം. എന്താ സാർ അങ്ങനെ? അത് പ്രശ്നമല്ലേ? പ്രശ്നമാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചോളാം, അല്ലെങ്കിൽ ഞങ്ങൾ അത് ഏറ്റെടുത്തോളാം. നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻസ് വേണം. നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ നാളത്തെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങളിങ്ങനെ പേജുകൾ മറിച്ച് നോക്കുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ച് നോക്കുമ്പോൾ അതേ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ലൈവിൽ കാണും. ഉറപ്പാണ്. നിങ്ങൾക്ക് ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടിയാണ്. സാർ ഇത്ര കുറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ പോലീസ് പിടിക്കൂലേ? നിങ്ങളെ പോലീസ് കേസ് ഉണ്ടായിരിക്കില്ലേ നിങ്ങൾക്ക്? അതെന്താ സാറേ പേടിയില്ല നിങ്ങൾക്ക്? ഒട്ടും പേടിയില്ല, 1% പോലും പേടിയില്ല. കാരണം മടിയിൽ കനമില്ലാത്തവർക്ക്, അതായത് മനസ്സിൽ കളങ്കം ചെയ്യാത്ത, കള്ളത്തരം ചെയ്യാത്തവർക്ക് ആരെ പേടിക്കണം, ആരെ ഭയക്കണം? ആരെയും ഭയക്കുന്നില്ല, ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ല. കാരണം ഇന്ന് കേരളത്തിൽ ഇത്ര അടിപൊളിയായി ലാംഗ്വേജ് ക്ലാസ് എടുക്കുന്ന, അത് മലയാളമാവട്ടെ, അറബി ആവട്ടെ, നമ്മുടെ സെഹിർ സാറാവട്ടെ, നമ്മുടെ ജയ്സൽ സാറാവട്ടെ, നിങ്ങളുടെ ചേച്ചിമാരോടും ചേട്ടന്മാരോടും ചോദിച്ചു നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഇവർ ലാംഗ്വേജിൽ പല ചാനലുകളും നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് ഇജുപോട്ട് മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, ഇജുപോട്ട് മാത്രമല്ല നമുക്ക് ഓൺലൈൻ ക്ലാസ് തരുന്നത്. എന്നാൽ പോലും അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ലാംഗ്വേജ് ക്ലാസ് നടക്കുമ്പോൾ പ്രത്യേക ആൾ കൂടുതലാണ്. അതായത് ഇവിടെ ലാംഗ്വേജ് ക്ലാസ്, സെയ്ർ സാറിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്, ജയ്സൽ സാറിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ചാനലിൽ നിന്നൊക്കെ എല്ലാ വിദ്യാർത്ഥികളും ഇവിടേക്ക് വരുന്നതിൻ്റെ രഹസ്യമാണ് ഞാൻ ഈ കമൻറ്റ് ബോക്സിലെ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളത്. അതായത് സ്കൂളിൽ നിന്ന് ഒട്ടും മനസ്സിലാത്തവർ, ലാംഗ്വേജ് ക്ലാസ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നവരൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ് കണ്ടിട്ട്, 1.5 മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ് കണ്ടിട്ട് എല്ലാ ചാപ്റ്റേഴ്സും കിണ്ണം കാച്ചിയ പോലെ കിടിലനായിട്ട് മനസ്സിലാക്കിയിട്ട് എക്സാം ഹാളിൽ പോയിട്ട് എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങുന്ന പല കുട്ടികളും നമുക്ക് പരിചയമുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഈ വാക്കുകളെ നിങ്ങൾ കടമെടുത്തോളൂ, ഈ വാക്കുകളെ നിങ്ങൾ കുറിച്ചിട്ടോളൂ, സേവ് ചെയ്തു വെച്ചോളൂ. ഞാൻ ബെറ്റ് വെക്കുകയാണ്. അത്രത്തോളം ധൈര്യത്തിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് കൃത്യം 7:15 നമ്മുടെ ലൈവിൽ നിങ്ങൾ വന്നോളൂ, ധൈര്യമായിട്ട് വന്നോളൂ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് ചോർത്തും. അതായത് ഓഫീസ് റൂമിൽ കയറിയിട്ട് ഇരുട്ടിൻ്റെ മറവിൽ കയറി, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അതേപോലെ പറയുന്നതല്ല ഞങ്ങളുടെ ചോർത്തൽ, ജയ്സൽ സാറിൻ്റെ ചോർത്തൽ, അറബിക് സാറായിട്ടുള്ള സെഹീർ മാഷിൻ്റെ ചോർത്തൽ എന്ന് പറയുന്നത് അത് ആ വാക്കല്ല ഉപയോഗിക്കേണ്ടത്. പിന്നെ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് അഗ്രസീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് മക്കളെ, അവർ ടെക്സ്റ്റ് ബുക്ക് വളരെ കൂളായിട്ട് വലിച്ചു വാരി പഠിപ്പിക്കലല്ല, വളരെ വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, അതായത് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകളുടെ മൈൻഡിൽ ചിന്തിച്ചിട്ടാണ് ഇവർ ലൈവിൽ ക്വസ്റ്റ്യൻസ് ഇടാം. അതായത് ഇവർക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകൾ ഏത് മൈൻഡിൽ ചിന്തിക്കോ. നമ്മൾ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ അവർ അവസാനിക്കുന്നിടത്ത് നിന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങുമെന്ന് പറയുന്നവരാണ് ജയ്സൽ സാറും സെഹീർ സാറും. ഇവരുടെ ലൈവ് നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ, ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും എക്സാം എഴുതി, ഇത്രയും ലൈവ് കണ്ട്, പക്ഷേ ഞാൻ പറയുന്നു ഈ ലൈവിൽ നിങ്ങൾ വന്നോളൂ. നാളത്തെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ ഞാൻ ഉറപ്പ് തരികയാണ്, ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലാംഗ്വേജ് ലൈവിൽ നിങ്ങൾ വന്നിട്ട് നാളത്തെ ക്വസ്റ്റ്യൻ അടപടലം മൂഞ്ചി എന്നാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇനി ഈ ചാനലിൽ, ഞാൻ അങ്ങനെ തന്നെ പറയും, ഞങ്ങൾ വിളിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കണ്ട, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ ബെറ്റ് വെക്കുകയാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നോളൂ. ഇന്നത്തെ ലൈവിൽ പറയുന്നത് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണൂ. അതങ്ങനെ തന്നെയായിരിക്കും. അത്രത്തോളം നമുക്ക് ഗ്യാരണ്ടിയോടുകൂടി പ്ലേസ് ചെയ്യാൻ പറ്റിയ 2 വ്യക്തികളാണ് അറബി എടുക്കുന്ന സെഹീർ സാറും മലയാളം എടുക്കുന്ന ജയ്സൽ സാറും.